ഈ തള്ള ശരിയാവില്ലട്ടാ. പേര് കേട്ട കുണ്ടരടുത്ത തള്ള ചൂടുള്ള ഉണ്ടാക്കാൻ പറയണ. എന്റെ അമ്മായി പൂതിയാൻ കിടന്നപ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കാത്തവനെ ഞാൻ. അവർക്ക് എന്താ വേണ്ട വെച്ച ചെയ്തു കൊടുക്കുന്നത്. കാസ് നാട്ടുകാരുടെ കാസ് സെറ്റിൽ ചെയ്താ പിന്നെ നമുക്ക് പഴയ പരീക്ഷണങ്ങൾ വീണ്ടും തുടങ്ങാലോ. ഓ ചോപ്രേ, ആ വാതിലൊക്കെ പുറമെ നല്ലോണം പൂട്ടിയോടാ നീ. എന്തുട്ട് ഇഷ്ടത്. എന്റെ ബാഗിൽ ആകെയുള്ള ഒരു പൈന്റും പിന്നെ കുറച്ച് ഡ്രസ്സുവാ. നിന്റെ ഓട്ട വീണ വള്ളി ട്രൗസറും കാശിന് വിലയില്ലാത്ത പൈന്റും പോകുന്നു വിചാരിച്ചിട്ട് അല്ലടാ തൂമേ. ആ ഇമ്മ എവിടുന്ന് പുറത്തു പോയാ കോടികളടാ നഷ്ടം. തൊള്ള തുറന്നു പറയടാ തൂമേ, പൂട്ടിയോടാ. എന്റെ അപ്പു നീ ടെൻഷൻ ആവണ്ട, ഞാൻ പൂട്ടിയതേ കീ കണ്ടതേ. നീ മീനൊക്കെ എവിടെ പോയി തപ്പിപ്പിടിക്കാനാ? അല്ലെങ്കിൽ തന്നെ ഈ മീൻ കടിച്ച ശരീരം നന്നാവും എന്നൊക്കെ പറയുന്നത് വെറും അന്ധവിശ്വാസം. മീനൊക്കെ സൂപ്പർ സാധനണ്ടാ. അതേ കൊട്ടക്കാട്ട് കുളത്തിലെ കണ്ണമീൻ കഴിച്ചിട്ടുണ്ടോ നീ? വിറ്റാമിൻ സി ആണ്ടാ. ഓ അപ്പൊ അയലയാ? വിറ്റാമിൻ ഐ. അപ്പൊ ചൂരോ? വിറ്റാമിൻ ചൂ. ഒരു മണ്ണാങ്കട്ടയില്ല. മീൻ കഴിച്ചാൽ ഒരിക്കലും ശരീരം നന്നാവില്ല. ഒരു ഉദാഹരണം കൊക്ക്. കൊക്ക് എന്നും മീനല്ല കഴിക്കുന്നത്. ലോകത്തിന്നു വരെ ഏതെങ്കിലും കൊക്കിന്റെ ശരീരം മീൻ കടിച്ച് നന്നായിട്ടുണ്ടോ? അത് ശരിയാണല്ലോ. എന്തേ നീ പറയണത് സത്യാണ് ശരി, പക്ഷെ അതിലെവിടെ ന്യായം? ആടാ ചൂണ്ട പിടിച്ചേ. ആട്ടിൻപാല് ഞാൻ സംഘടിപ്പിച്ചിട്ട് വരാം. ഗടികൾ നടന്നോ? ഞാനോട് പറഞ്ഞോ? അത് വേണ്ട. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പാല് തരുമോ? ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. എന്തുട്ട പേര്? ചന്ദ്രിക. ഞാൻ ഊഹിച്ചു. എന്താ പേര്? രമണൻ. ഞാനും ഊഹിച്ചു. പക്ഷേ ഇഷ്ടമുള്ളവരെല്ലാവരും എന്നെ വിളിക്കണത് ചോപ്രാന്നാ. ഈ രമണനെ പണ്ട് പറ്റിച്ച പോലെ എന്നെ പറ്റിക്കോ? ഒന്ന് പോ ചേട്ടാ, അതൊക്കെ ഞങ്ങളെ പറ്റിട്ട് ഓരോരുത്തർ കഥ ഉണ്ടാക്കി പറയുന്നല്ലേ. അതല്ലേ വിശ്വാസം, അതല്ലേ എല്ലാം. ഞാൻ എപ്പോഴും ഒരു പണത്തൂക്കം മുന്നിലാ. ചോപ്രേട്ടാ, എന്താ ചന്ദ്രി? നാളെയും വരുവോ? ഞാൻ എന്നും വരും. ഈ പാലെനിക്ക് എന്നും വേണോട്ടാ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ. എന്താണ്ടാ? ചന്ദ്രികയും പിന്നെ അവളുടെ ആട്ടിൻകുട്ടി. ഏത് മൂതേതിയാണ്ടാ ചന്ദ്രിക? നിന്റെ കൊരട്ടാണി അടിച്ചൊന്നും തന്നാണ്ടല്ല. ഒരു പെണ്ണുണ്ടാക്കിയ കുണ്ടാൻ വേണ്ടി ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് അവൻ അടുത്ത സുനാമി ആയിട്ട്. അപ്പു, ഈ ചന്ദ്രികയെ ആ സോളാർ ഹരിതയുമായി കമ്പയർ ചെയ്യരുതപ്പു. കുളിർക്കാരനെ കൊടുങ്കാറ്റായി തെറ്റിദ്ധരിക്കരുത്. എന്റെ ചന്ദ്രിക പാല് പോലെ പരിശുദ്ധമാണ്. അപ്പു, മറ്റവളെന്താ തൈരായിരുന്നു? ഒന്ന് നിർത്തണ്ടോ? വലയം വേണ്ടി കേസുകള്. എന്റെ ചന്ദ്രനെ തൊട്ടളിക്കുന്നു. എന്താണ്ടാ നീ പിച്ചെടുക്കാൻ പോവാ? അല്ലടാ തള്ളടാ, അനക്കം കേക്കാല്ലടാ. എവിടെ പോയി? ഓ എന്നതാടാ? എന്റെ മരത്താക്കര മുത്തപ്പന്റെ പൈന്റ് തള്ളിരുന്ന് അടിക്കണ അടിയണ്ട. എടാ അപ്പു, ഇന്ന് 1-ാം തീയതിയാണ്. വെടുപ്പായേ. നീ അതിന്ന് 2 മീനെടുത്ത് നല്ല മുളകൊക്കെ അങ്ങ് തടവി പുറത്തെടുത്തോണ്ട് വാടാ. എന്നതാ വാപ്പൊളിച്ച് നിൽക്കുന്നേ? അച്ചായന് എപ്പോഴും പറയും റമ്മിന്റെ കൂടെ പുഴമീൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആണെന്ന്. നീ പെട്ടെന്ന് പൊരിച്ചെടുത്തോണ്ട് വാ.
എന്നിട്ട് എനിക്കൊരു കമ്പനി താടാ കോപ്പറേ. ഇത്തള്ളേനെ ഞാനൊന്ന് ചവിട്ടിയാ കൂട്ടി ഞാൻ ഇരുന്ന് ചിരിക്കാ. തള്ളേന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല. എന്റെ 2 കിഡ്നി പോയാൽ സഹിക്കും, പക്ഷെ എന്റെ കുപ്പിമ തൊട്ടാണല്ല. വാ മൂടിക്കൊണ്ടിരിക്കട്ടെ ചോപ്ര, തള്ള നല്ല ഡോസാണേ. എന്റെ പൈൻറ്റി തൊട്ട നിങ്ങളില്ല, ചട്ടിയിലിട്ട് വറുത്ത് പൊരിച്ച് പേസ്റ്റാക്കി വാൾ പോസ്റ്റായി ചുമലോട്ടിക്കും. കൺട്രോൾ കൺട്രോൾ. കോടീശ്വരിയാണ് ആ കോടീശ്വരിയാണെന്നുള്ള ഒരു ജാൽ ജാട എന്റെ പാവം പൈൻ്റെ അടുത്ത് കാണിച്ചാണ്ടല്ല. ചുരുട്ടിക്കൂട്ടി കൊട്ടയിലൊക്കെ പൊട്ടക്കെട്ടോ ആറ്റിലോ തള്ളി ഞാൻ. അല്ല പിന്നെ എന്തൊട്ട് തള്ളേടത്? ദേശ കള്ളു വെള്ളം മൂന്തി പറഞ്ഞിട്ട് എന്തിനാണ് അമ്മേനെ ആറ്റി താത്തണത്? അതെ, എന്റെ സ്മോളിൽ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും മദ്യപിക്കൽ എന്നുള്ള ഒറ്റ കണ്ടീഷൻ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ട് നിൽക്കണേ. എന്റെ മദ്യം പങ്കുവെക്കണ എനിക്ക് ഇഷ്ടേ അല്ല. എടാ മദ്യം ഹറാമാണ്. ഹറാമല്ല, ഹരം. ഇംഗ്ലീഷ് എഴുതി വായിച്ചു നോക്കിയാൽ മതി. എന്റെ മദ്യത്തും ആരെങ്കിലും തൊട്ടാണ്ട് ഞാൻ വെട്ടി വെച്ച് ഞാൻ കൊന്നോളെ. അതിന് ഞാൻ ഹാൻഡ്സപ്പ് പറഞ്ഞില്ല ഗഡീസേ, ഞാൻ പെട്ടെന്നുള്ള ടെൻഷൻ കൊണ്ട് പറഞ്ഞല്ലേ. എന്താണാവോ ഞാനും അതെ നമ്മുടെ കടവിലാശാനോ അതെ ടെൻഷൻ വന്ന പിന്നെ പിടിച്ചാ കിട്ടില്ല. അയ്യോ കളിത്തോക്കായിട്ട് അമ്മായി പേടിപ്പിക്കാറിയിരിക്കല്ലേ. ഈ ചോപ്പറിനെ കിട്ടില്ല കേട്ടാ. ചോപ്പറ ജനിച്ചത് ഗുണ്ടായിട്ടാ. വേണമെങ്കിൽ ടാങ്ങളെ പേടിപ്പിച്ചോ. വേണ്ട, അവിടെ വെച്ച് പൊട്ടിയ പൊസ്കുന്ന് പോവും. ഓ അയ്യോ. ഇപ്പൊ ശരിക്കും പൊസ്കിന് പോയി. കൊല്ലല്ലേ അമ്മച്ചി. കൈ നോക്കടാ. ഇവരാരാടാ? പൂലം ദേവിയോ? എന്നതാടാ കൊച്ചുങ്ങളെ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടു വന്നെന്നോ? അല്ല മക്കളെ, ഈ അമ്മച്ചിയാണ് നിങ്ങളെ തട്ടിക്കൊണ്ടു വന്നത്. അതേ പൈസേ, ഈ അമ്മച്ചി പറഞ്ഞതനുസരിച്ചാ നത്തോലി നിങ്ങളോട് ഈ പ്ലാൻ പറഞ്ഞതും എന്റെ പേരിലുള്ള ഈ ബംഗ്ലാവിലേക്ക് നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടുവന്നതും. അതേ ബായ്സേ, നിങ്ങൾ എന്റെ ബംഗ്ലാവിലേക്ക് വന്ന ദിവസം നത്തോലി. എന്താ അമ്മച്ചി? മക്കളെ, നിങ്ങൾ ഇതുവരെ കണ്ടത് എന്റെ തിരക്കഥയായിരുന്നു.